എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൽ വളരെ ഏറെ ശ്രദ്ധിക്കേണ്ട സാമൂഹ്യ പ്രാധാന്യമുള്ള ഒന്നാണ്. മൊബൈലും കമ്പ്യൂട്ടറും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസസും നിത്യേന ഉപയോഗിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തീർച്ചയായും ഈ വീഡിയോ കേട്ടാൽ നിങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വിഷയം ഡിജിറ്റൽ ഇലക്ട്രോണിക് തെളിവുകളെ സംബന്ധിച്ചുള്ളതാണ്. ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ സ്വീകാര്യമാണോ? അതിന് വിശ്വാസ്യതയും സമഗ്രതയും ഉറപ്പാക്കാനാവുമോ? പോലീസിന്റെ ഇടപെടലുകൾ എങ്ങനെയായിരിക്കും? ഇവ കോടതിയിൽ അവതരിപ്പിക്കുമ്പോൾ എത്രമാത്രം തെളിവ് മൂല്യം നഷ്ടപ്പെടാതെ കോടതിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും? നമുക്ക് നോക്കാം. കേരളത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സ്വയം സംസാരിച്ച് പോരാടിയ സുപ്രധാന കേസ് ഒരു സിനിമാ നടി ഇരയായ സെക്ഷൽ അസോൾട്ട് കേസിൽ ഡിജിറ്റൽ തെളിവുകൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതും അതോടൊപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ലോ സ്റ്റുഡൻസിനും നിയമകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പൊതുജനങ്ങൾക്കും സ്കൂൾ കോളേജ് കുട്ടികൾക്കും മറ്റെല്ലാവർക്കും തന്നെ ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ മുഴുവനായും കേട്ടാൽ നിങ്ങളുടെ ഫോണിൽ ആരെങ്കിലും അശ്ലീല സന്ദേശങ്ങൾ അയച്ചാലോ ഏതെങ്കിലും തരത്തിൽ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയാലോ മറ്റോ നിങ്ങൾക്ക് ഫോണിലെ ഡിജിറ്റൽ തെളിവുകൾ നഷ്ടപ്പെടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുകൂടിയുള്ള അറിവ് കിട്ടുന്നതാണ്. അപ്പോൾ ലോകത്ത് കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം മാറി മാറി വരുന്ന സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കുറ്റാന്വേഷണ രംഗത്ത് ഇന്ത്യൻ തെളിവ് നിയമത്തിൽ പറയുന്ന ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഭൂരിഭാഗം കുറ്റകൃത്യങ്ങളിലും ഡിജിറ്റൽ ഫുട് പ്രിന്റ് കാണാൻ കഴിയും. അപ്പോൾ അത് സെക്ഷൽ ഒഫൻസ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ഫ്രോഡ്, സൈബർ ക്രൈം, മർഡർ, കൊലപാതകം, മറ്റ് അസോൾട്ട് എന്നിവയിലെല്ലാം ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആയിട്ടുള്ള തെളിവുകൾ പെട്ടെന്ന് നീതി ലഭിക്കാൻ സഹായിക്കുന്നത് ജനങ്ങൾക്ക് വളരെ ആശ്വാസമാണ്. അപ്പോൾ എങ്കിലും ഇത് സംബന്ധിച്ച് ഒരുപാട് പേർക്ക് പല തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഉണ്ടാകാം. അപ്പോൾ ആദ്യം നമുക്ക് കുറ്റാന്വേഷണ രംഗത്ത് ഡിജിറ്റൽ തെളിവുകളുടെ കോടതി സ്വീകാര്യത ഉണ്ടോ എന്നും അത് എങ്ങനെയെന്നും നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിലെ ഭാരതീയ സാക്ഷ്യ അധിനിയമം 2023, അതായത് പഴയ ഇന്ത്യൻ തെളിവ് നിയമം, അതിലാണ് ഡിജിറ്റൽ ആയിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് തെളിവുകൾ കോടതിയിൽ സ്വീകരിക്കാമെന്ന് പറയുന്നത്. IT ആക്ട് പ്രാബല്യത്തിൽ വന്ന 2000 ഒക്ടോബർ 17 മുതലാണ് ഈ നിയമം നടപ്പിലായത്. അപ്പോൾ അതിനു മുമ്പ് ഇലക്ട്രോണിക് റെക്കോർഡിന് വ്യക്തമായ നിയമ അംഗീകാരം ഇല്ലായിരുന്നു. അപ്പോൾ ഇതോടെ അതായത് കമ്പ്യൂട്ടർ റെക്കോർഡ്സ്, മൊബൈൽ ഡാറ്റ, ഇമെയിൽ, വീഡിയോസ്, CCTV എന്നിവ നിയമപരമായ തെളിവുകളായി അംഗീകരിച്ചു. ശരിക്കും 2000-ന് ശേഷമാണ് ഡിജിറ്റൽ എവിഡൻസ് ലീഗലി അഡ്മിസിബിൾ ആയത്. അപ്പോൾ ഇലക്ട്രോണിക് റെക്കോർഡ് തെളിയിക്കുന്നതിന് BSA സെക്ഷൻ 63 അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ് പ്രകാരമാണ് കോടതി തെളിവ് സ്വീകരിക്കുന്നത്. കോടതി പറഞ്ഞത് digital evidence is admissible only when its integrity and authenticity are established എന്നാണ്. അതായത് ഡിജിറ്റൽ തെളിവിന്റെ വിശ്വാസ്യതയും സമഗ്രതയും യഥാർത്ഥമാണെന്ന് സ്ഥാപിച്ചാൽ മാത്രമേ കോടതി അംഗീകരിക്കുകയുള്ളൂ എന്ന്. അതുപോലെ അതായത് ഏതെങ്കിലും കാര്യങ്ങൾ എങ്ങനെയും കൊടുത്താൽ പറ്റില്ല എന്നർത്ഥം. അതുപോലെ സെക്ഷൻ 62 പ്രകാരമാണ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ചില നിബന്ധനകളുടെ ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത ഉറപ്പാക്കുന്നത്. ഇപ്പോൾ ഫോണ്, മെമ്മറി കാർഡ് എന്നിവയിലെ ഉള്ളടക്കങ്ങളിലെ ആധികാരികത ഉറപ്പാക്കാൻ കോടതി ചില സർട്ടിഫിക്കറ്റുകളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ തെളിവുകൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു കുറ്റകൃത്യം നടന്നതായി തെളിയിക്കാനോ അല്ലെങ്കിൽ അത് നിഷേധിക്കാനോ സത്യം ഏതാണെന്ന് തെളിയിക്കാൻ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടതും സംഭരിക്കപ്പെട്ടതുമായ രേഖകളുടെ നിയമപരമായി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രം ലഭിക്കുന്ന വിവരങ്ങളെയാണ് ഡിജിറ്റൽ തെളിവുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. മൊബൈൽ ഫോണിലെ കോൾ റെക്കോർഡ്, വാട്സപ്പ്, അതുപോലെ തന്നെ ഇമെയിൽ, SMS, സോഷ്യൽ മീഡിയ ചാറ്റ്സ്, CCTV ഫൂട്ടേജ്, ഓഡിയോ വീഡിയോ റെക്കോർഡിങ്സ്, കമ്പ്യൂട്ടർ ഫയൽസ്, പെൻ ഡ്രൈവ്, ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ GPS ലൊക്കേഷൻ എന്നിവയൊക്കെയാണ്. അപ്പോൾ GPS ഒക്കെ പ്രധാനപ്പെട്ട തെളിവുകളാണ്. എവിടെ ഈ കുറ്റകൃത്യം നടത്തിയ ആൾക്കാർ എവിടെയൊക്കെ സഞ്ചരിച്ചു, എങ്ങനെയൊക്കെ പോയി, ഏത് വാഹനത്തിൽ നിന്നൊക്കെ GPS വഴി കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പോൾ അത് ഒരു പ്രധാന ലൊക്കേഷൻ ഡാറ്റയൊക്കെ എടുത്ത് നമുക്ക് കൃത്യമായിട്ട് പോലീസിന് മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരം ഡിജിറ്റൽ തെളിവുകൾ കോടതികൾ സ്വീകരിക്കണമെങ്കിൽ സെക്ഷൻ 63 ക്ലോസ് 4 പ്രകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതിൽ കാണിക്കുന്നത് തെളിവായിട്ടെടുത്ത ഉപകരണം, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങളും അതിൽ നിന്നുള്ള ഡാറ്റ എങ്ങനെ എടുത്തു എന്നും അതുപോലെ ഫോണിലോ അതിലെ ഡാറ്റയിലോ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തിയിട്ടില്ലെന്ന ഉറപ്പും ഒക്കെയാണ് കോടതി പരിശോധിക്കുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ കോടതി കേസ് തള്ളും. കാരണം അത് നിർബന്ധമാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് നിലവിലുണ്ട്. മാത്രമല്ല, എവിഡൻസ് ടാമ്പർ ചെയ്തിട്ടുണ്ടോ, ചെയിൻ ഓഫ് കസ്റ്റഡി നിലനിൽക്കുന്നുണ്ടോ, ഫോറൻസിക് പരിശോധന നടന്നിട്ടുണ്ടോ, സ്വകാര്യതാ ലംഘനം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഡിജിറ്റൽ തെളിവുകളുടെ വിശ്വാസ്യത കൃത്യമായി പരിശോധിച്ച് മാത്രമേ കോടതി ഇത് സ്വീകരിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും എവിഡൻസ് ടാമ്പറിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അതായത് തെളിവ് കൃത്രിമമായി മാറ്റിയുണ്ടാക്കുക, കോടതിയിൽ പരിഗണിക്കേണ്ടതായ ഡിജിറ്റൽ തെളിവിന്റെ സ്വഭാവം, അതിലെ ഉള്ളടക്കം, രൂപം, അതിലെ വിശ്വാസ്യത എന്നിവയൊക്കെ മാറ്റുകയോ നശിപ്പിക്കുകയോ മറച്ചുവെക്കുകയോ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് സൃഷ്ടിക്കുകയോ ചെയ്യുന്നതാണ് എവിഡൻസ് ടാമ്പറിങ് എന്നത്. അതായത് കൃത്രിമമായിട്ട് തെളിവ് ഉണ്ടാക്കുക, തെളിവ് നശിപ്പിക്കാൻ ബോധപൂർവം അനധികൃതമായിട്ട് ഇടപെടുക എന്നൊക്കെ അർത്ഥം. ഉദാഹരണം, വീഡിയോ കട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓഡിയോ വോയിസ് എഡിറ്റ്, മോർഫിംഗ്, ചാറ്റ് മെസ്സേജ് ഡിലീറ്റ് ചെയ്യുക, ഡാറ്റ നശിപ്പിക്കുക, അപ്പോൾ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യുക, പുതുതായി ഫേക്ക് തെളിവുകളൊക്കെ സൃഷ്ടിക്കുക, ഡിജിറ്റൽ മാനിപ്പുലേഷൻ എന്ന് പറയും. വഞ്ചനാപരമായ ഡേറ്റ്, ടൈം ഒക്കെ ചേഞ്ച് ചെയ്ത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന അത്. ഇതെല്ലാം പ്രതികളെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരും. അതുകൊണ്ടാണ് ഇലക്ട്രോണിക് തെളിവുകളിൽ ടാമ്പറിംഗ് നടന്നിട്ടുണ്ടോ എന്ന് കോടതി പരിശോധിക്കുന്നത്. പിന്നെ ചെയിൻ ഓഫ് കസ്റ്റഡി ലംഘനം ഉണ്ടായെങ്കിൽ അതും കോടതി പരിശോധിക്കും. അപ്പോൾ എവിഡൻസ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ കൈമാറും ചില ആൾക്കാരൊക്കെ. അപ്പോൾ അതൊന്നും പാടില്ല. തെളിവുകൾ അടങ്ങിയ സീൽ ചെയ്ത ബോക്സ് പൊട്ടിച്ച് എന്തെങ്കിലും മാൽപ്രാക്ടീസ് ഒക്കെ നടത്തി വീണ്ടും റീസീൽ ചെയ്ത് വെക്കുക. ഇതെല്ലാം BNS പ്രകാരം ഫോൾസ് എവിഡൻസ് ആണ്, ഡിസ്ട്രക്ഷൻ എവിഡൻസ് ആയി പരിഗണിക്കും കോടതി. അപ്പോൾ ഇത് കോടതി അലക്ഷ്യമാവും, കേസ് തള്ളിപ്പോകും. പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒഫീഷ്യൽ മിസ്കണ്ടക്ട് ആക്ഷൻ ആയി കോടതി കണ്ടെത്തുകയും പോലീസിനെതിരെ നടപടി എടുക്കാനും അത് കാരണമാവുന്നതാണ്. ഇപ്പോൾ എവിഡൻസ് ടാമ്പർ ചെയ്തിട്ടില്ലെന്ന് കോടതി എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത് ചെയിൻ ഓഫ് കസ്റ്റഡി പരിശോധിച്ച് കോടതി ആദ്യം അതാണ് നോക്കുന്നതാണ്. എവിഡൻസ് ആദ്യമായി ലഭിച്ചത് എപ്പോഴാണ്, ആരാണ് സീസർ ചെയ്തത്, എവിടെ സൂക്ഷിച്ചു, ആരൊക്കെയാണ് കൈകാര്യം ചെയ്തത്, ഫോറൻസിക് ലാബിലേക്ക് എപ്പോൾ അയച്ചു, ലാബ് റിപ്പോർട്ടും അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തും. അപ്പോൾ ഇതെല്ലാം പോലീസിന്റെ സീസർ മാസർ റെക്കോർഡ് പ്രകാരം ക്ലിയർ ആണെങ്കിൽ മാത്രം കോടതി സ്വീകരിക്കുന്നതാണ്. രണ്ടാമത് ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ടാണ് കോടതി പരിശോധിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓഡിയോ എഡിറ്റ് ചെയ്തതാണോ, ഡേറ്റ് ടൈം ഒക്കെ മാച്ച് ചെയ്യുന്നുണ്ടോ, ഹാഷ് വാല്യൂ സെയിം ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫയലിൽ ഒരക്ഷരം മാറിയാൽ ഹാഷ് വാല്യൂ പൂർണ്ണമായിട്ടും മാറും. പിന്നെ കോടതി മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്ത് ഒറിജിനൽ ഡിവൈസ് ആണോ എന്നും പരിശോധിക്കും. അപ്പോൾ സെക്ഷൻ 63 പ്രകാരം സർട്ടിഫിക്കറ്റിൽ പറഞ്ഞ കോപ്പി എങ്ങനെ എടുത്തു, ആരെടുത്തതാണ്, ഹൂ ടുക്ക് ഇറ്റ്, സിസ്റ്റം പ്രോപ്പർലി വർക്കിംഗ് ആയിരുന്നു ആ സമയത്ത് എന്നൊക്കെ ഇതെല്ലാം വിദഗ്ധർ ക്രോസ് എക്സാം ചെയ്ത് കോടതിക്ക് കൈമാറുകയുള്ളൂ. അഥവാ ഫോൾസ് സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തതെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് ആകും, എവിഡൻസ് റിജക്റ്റ് ആകും, ഇൻവെസ്റ്റിഗേഷൻ ക്രെഡിബിലിറ്റി ഡാമേജ് ആകും, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരും, അവർക്കെതിരെ നടപടിയും വന്നേക്കും. കോടതിയുടെ വിശ്വാസം പോലും ജനങ്ങളിൽ നഷ്ടപ്പെട്ടേക്കും ഇത്തരം ഒരു കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പോലീസ് അന്വേഷണത്തിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക് തെളിവുകൾ എങ്ങനെ ശേഖരിക്കണം എന്നുള്ളതാണ്. പോലീസ് നിയമപരമായി മാത്രമേ ഫോണിൽ നിന്നോ മറ്റ് ഡിവൈസിൽ നിന്നോ ഡാറ്റ എടുക്കുവാൻ അനുവാദമുള്ളൂ പോലീസിന്. ഇപ്പോൾ റൈറ്റ് ടു പ്രൈവസി എന്നതിൽ നിയമം അനുസരിച്ചുള്ള നടപടിക്രമം അല്ലാതെ ഒരാളുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും നിഷേധിച്ചാൽ അത് സ്വകാര്യതയുടെ ആർട്ടിക്കിൾ 21 ലംഘനമാവും. 2017 പുട്ടസ്വാമി കേസിൽ ഇലക്ട്രോണിക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യത ഒരു വ്യക്തിയുടെ അടിസ്ഥാനാവകാശമാണ് സുപ്രീം കോടതി പറയുകയുണ്ടായി. അപ്പോൾ പോലീസ് ആദ്യം ചെയ്യുന്നത് ഡിജിറ്റൽ തെളിവുകൾ അടങ്ങിയ അതിൻ്റെ ഒറിജിനൽ ഡിവൈസ്, അതായത് മൊബൈൽ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, DVR ഇവയെല്ലാം സുരക്ഷിതമായി ഡാറ്റ ടാമ്പറിംഗ് നടത്താൻ അവസരം നൽകാതെ
എത്രയും പെട്ടെന്ന് സീസർ ചെയ്യുക എന്നാണ്. കാരണം എത്രയും പെട്ടെന്ന് എന്ന് പറയാൻ കാരണം പെട്ടെന്ന് എടുത്താൽ മാത്രമല്ല അതിന് എന്തെങ്കിലും അവർ മാർ പ്രാക്ടീസ് എന്തെങ്കിലും നടത്തും. അവർ അടുത്തി കഴിഞ്ഞാൽ പിന്നെ കോടതിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പോലീസ് എത്രയും പെട്ടെന്ന് അതിന് അവസരം നൽകാതെ തന്നെ മറ്റ് ക്രൈം ചെയ്യുന്നതിന് അത് മാറ്റി എഴുതുന്നതിനും മാറ്റി തിരുത്തുന്നതിനും ഒക്കെ അവസരം കൊടുക്കാതെ തന്നെ സീസർ ചെയ്യുക ആണ് വേണ്ടത്. രണ്ടാമത്, പിടിച്ചെടുത്ത ഡിവൈസ് ചെയിൻ ഓഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുക എന്നതാണ്. ആരാണ് പിടിച്ചെടുത്തത്, എവിടെ സൂക്ഷിച്ചു, ആരാണ് പരിശോധിച്ചത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ കോടതിക്ക് നൽകേണ്ടതുണ്ട്. പിന്നെ ഫോറൻസിക് ഇമേജിംഗ്, അതായത് ഡാറ്റ കോപ്പി എടുത്ത് അതിൻ്റെ ആഷ് വാല്യൂ രേഖപ്പെടുത്തണം. ആഷ് വാല്യൂ എന്ന് പറയുമ്പോൾ അതൊരു ഇലക്ട്രോണിക് ഡിവൈസിലുള്ള യൂണീക്ക് കോഡാണ്. എല്ലാ ഫോണിലും മറ്റു ഡിവൈസിലൊക്കെ ഇത്തരം യൂണീക്ക് കോഡ് ഉണ്ടാവും. അപ്പോൾ അതിൽ മാറ്റം വരുത്തിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഡിജിറ്റൽ ഫയലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട തെളിവാണ്. അടുത്തത്, ഡാറ്റ ടാമ്പറിംഗ് നടന്നിട്ടില്ലെന്ന ഉറപ്പിൽ സെക്ഷൻ 63 സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുക എന്നാണ്. പിടിച്ചെടുത്ത ഉപകരണങ്ങളും മറ്റും ഫോറൻസിക് ലാബിൽ അയച്ച് അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തണം. അപ്പോൾ നിയമം ലംഘിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ സംശയത്തോടെ കാണും കോടതി. അപ്പോൾ അത് എങ്ങനെയെന്നാൽ മറ്റൊരാളുടെ മൊബൈൽ ഫോൺ പാസ്വേഡ് ഹാക്ക് ചെയ്ത് ചാറ്റ് വിവരങ്ങൾ ചോർത്തുക, സ്വകാര്യമായി ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുക, പോലീസ് വാറണ്ട് ഇല്ലാതെ വീട്ടിൽ കയറി ഡോക്യുമെന്റ്സ് പിടിച്ചെടുക്കുക, ഭീഷണിപ്പെടുത്തിയോ മറ്റോ സമ്മതിപ്പിച്ച് വിവരങ്ങൾ എടുക്കുക, ഇതെല്ലാം വ്യക്തി സ്വകാര്യതയുടെ ലംഘനമായി കണക്കാക്കുന്നതിനാൽ അങ്ങനെ ലഭിക്കുന്ന എവിഡൻസ് ഒക്കെ കോടതി സംശയത്തോടെ കാണും. കേസിന്റെ ബലം നഷ്ടപ്പെടാനും അത് വഴിവെക്കും. അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വീഴ്ചയായി കാണുകയും ചെയ്യും. പിന്നെ കോടതി നിലപാട് എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് ജെന്യൂനാണെന്ന്, മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒക്കെയുള്ള പ്രതികൾ അയച്ച മെസ്സേജ് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത മെസ്സേജൊക്കെ ജെന്യൂനാണെന്ന് തെളിഞ്ഞാൽ അക്യൂസ്ഡ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തും. മാത്രമല്ല സെക്ഷൻ 63 പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായതിനാലാണ് വാട്സപ്പ് ചാറ്റ് കോടതി സ്വീകരിച്ചത്. വെറും സ്ക്രീൻഷോട്ട് മാത്രം എടുത്താൽ കോടതിയിൽ കേസ് തള്ളിപ്പോകും. കാരണം സ്ക്രീൻഷോട്ട് ഒരു പ്രൈമറി എവിഡൻസ് അല്ല എന്നുള്ളതാണ്. ഇത് ഇനി സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ കോപ്പിയോ ആണെങ്കിൽ തന്നെ അതിന് സെക്ഷൻ 63 സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഉൾപ്പെടുത്തണം എന്നേ ഉള്ളൂ. 2017 ഒരു പ്രമുഖ സിനിമാ നടിയെ കാറിൽ വെച്ച് അപകീർത്തിപ്പെടുത്തുകയും ലൈംഗിക ആക്രമണം നടത്തുകയും ചെയ്തത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ ആ കേസിൽ പ്രതികൾ പൂർണ്ണമായും വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. ആ വീഡിയോ ആണ് പ്രസ്തുത കേസിൽ നിർണായകമായിട്ടുള്ള ഡിജിറ്റൽ തെളിവ്. ആ കേസിലെ പ്രധാന ഡിജിറ്റൽ തെളിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആ പ്രധാന കേസിലെ തെളിവുകൾ എന്തൊക്കെയാണ്? ഹാജരാക്കിയ തെളിവുകൾ: മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്ത വീഡിയോ, മെമ്മറി കാർഡ്, SD കാർഡ്, അതുപോലെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ്, ടവർ ലൊക്കേഷൻ, മൊബൈൽ ലൊക്കേഷൻ ഡാറ്റ, വാട്സപ്പ്, ഫോൺ കോൾ ലിങ്ക്സ് പ്രതികൾ ഉപയോഗിച്ച അതൊക്കെയാണ്. ഈ ഡിജിറ്റൽ തെളിവുകൾ കോടതി എങ്ങനെ സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ഒറിജിനൽ ഡിവൈസ് എന്ന സ്റ്റോറേജ് മീഡിയ, അതായത് വീഡിയോ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് ഒറിജിനൽ റെക്കോർഡായി കോടതി പരിഗണിച്ചു. ഇലക്ട്രോണിക് ഡിവൈസ് ഒറിജിനൽ ആയതിനാൽ കേസിന്റെ വിചാരണ വേളയിൽ സെക്ഷൻ 63 സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല എന്ന വാദവും കോടതി അംഗീകരിച്ചത് വളരെ പ്രധാനമാണ്. എന്നാൽ ഡിജിറ്റൽ തെളിവുകൾ പിഴവില്ലാതെ ശേഖരിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന് പത്രങ്ങളിൽ ഇതിനിടെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ മേഖലയിൽ നമുക്കൊരു പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത്. അതായത് ഡിജിറ്റൽ തെളിവുകളുടെ ഡിജിറ്റൽ ഫിംഗർ പ്രിന്റ് എന്ന് പറയും രൂപത്തിലുള്ള ഉപകരണം, ഡിജിറ്റൽ ഫിംഗർ പ്രിന്റ് ജനറേറ്റർ മെഷീൻ എന്നാണ് അതിൻ്റെ പേരിട്ടത് അവർ. അപ്പോൾ ഇത് പൂർണ്ണമായും വിശ്വാസയോഗ്യമായ ഒന്നാണെങ്കിൽ ഭാവിയിൽ ഏറെ ഗുണം ചെയ്തേക്കും. കോടതികൾ ഇത് തെളിവായി അനുവദിച്ചേക്കും. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ കോടതിയിൽ പ്രത്യേകിച്ച് 63 സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് ആ മെഷീനിൽ തന്നെ ഏകദേശം എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ, മൊബൈലിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ചാറ്റിങ്ങിലും മറ്റേതിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ഉണ്ടാകുമ്പോൾ ഏറെ ഗുണം ചെയ്യും. അപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ ഒരു വ്യക്തിയുടെ അവകാശ സംരക്ഷണത്തിനും ഒരുപോലെ അവകാശ ലംഘന സാധ്യതകൾക്കും ഇടയാക്കുന്ന ഒരു മേഖലയായതിനാൽ ഇത് മനുഷ്യാവകാശവുമായി ശക്തമായ ബന്ധമുണ്ട്. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റൈറ്റ് ടു ഫെയർ ട്രയൽ, അപ്പോൾ സത്യസന്ധമായ വിചാരണയ്ക്കുള്ള അവകാശം രൂപപ്പെടുന്നു. അപ്പോൾ ദുരുപയോഗം ഉണ്ടെങ്കിൽ, സ്വകാര്യതയുടെ ലംഘനം ഉണ്ടായെങ്കിൽ അതൊക്കെ തെളിയിക്കാൻ പറ്റും എന്നത്. അതിലൂടെ മനുഷ്യാവകാശങ്ങളുടെ അത് രക്ഷാ കവചമാകും പലപ്പോഴും ഡിജിറ്റൽ തെളിവുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് റെക്കോർഡ്സ്. എന്നാൽ
പോലീസിന്റെ ഭാഗത്തു നിന്നും കേസ് കൈകാര്യം ചെയ്യുന്ന രീതിയും അന്വേഷണത്തിന്റെ ഗുണനിലവാരവും തെളിവുകൾ ശേഖരിക്കുന്നതിലും അവ സൂക്ഷിക്കുന്നതിലുമുള്ള കൃത്യത മാത്രമല്ല ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ സമീപനവും ഇതിലേക്ക് നീതി ലഭിക്കാനുള്ള പ്രധാന ഘടകങ്ങളാണ്. ഈ അറിവുകൾ എല്ലാവർക്കും തൃപ്തികരമാകുമെന്ന് കരുതുന്നു. ഇതിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിലോ ഇത് സംബന്ധിച്ച് പുതിയ അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ അപേക്ഷിക്കുന്നു. പുതിയ അറിവുകൾ നൽകുന്ന നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്താലേ ഇതിൻ്റെ എല്ലാം ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് ഒരുപാട് പേർക്ക് ഇത് അറിയാതെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് അറിയുകയാണെങ്കിൽ ഒക്കെ വലിയൊരു ഗുണം ചെയ്യും. ബൈ.